ഈ ലോകത്തെ ഓരോ റോഡും നമ്മളുടേതാക്കി മാറ്റി ബൈക്കിൽ ആ നാടിൻ്റെ സ്പന്ദനമറിഞ്ഞ് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നത് വർഷങ്ങളായിട്ട് നമ്മളുടെ സ്വപ്നമായിരുന്നു. ഒടുവിൽ ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് വിരിയുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു റോഡ് യാത്ര ചില പ്രത്യേക ഇടങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിച്ചാലോ? രുചിയുടെയും സുഗന്ധത്തിൻ്റെയും കളറുകളുടെയും ആഘോഷങ്ങൾ തീർക്കുന്ന ഒരു രാത്രി തെരുവ്. ഇവിടെ സുലാവസി സുന്ദരിമാർ ഈ നാടിൻ്റെ തനത് വിഭവങ്ങൾ നമുക്കായി ഒരുക്കുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. മക്കാസറിൻ്റെ ഉറങ്ങാത്ത രാത്രികളിൽ ആളുകളുടെ മനസ്സും വയറും നിറയ്ക്കുന്ന ഒരിടം. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നെത്തിപ്പെട്ട മക്കാസർ എന്ന സുന്ദരമായ ഈ നാടിൻ്റെ രാത്രി കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. കൂടെ യാത്രയുടെ പുതിയൊരു അധ്യായത്തിനും തുടക്കം കുറിക്കുന്നു. അപ്പോൾ റെഡിയില്ലേ നിങ്ങൾ? നമുക്ക് രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങാമല്ലോ. താഴെ അൽദി എത്തിയിട്ടുണ്ട്. എത്തിയെന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ വിളിച്ചു. നമ്മൾ 6th ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. ഇവിടത്തേക്ക് ലിഫ്റ്റിനുണ്ടല്ലോ ഗ്രൗണ്ട് ഫ്ലോറും 0 അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് മുതലാണ് കേട്ടോ ഫ്ലോർ ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റം അതാണ്. മക്കാസർ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാ ഹൽദി ഫ്ലൈറ്റ് കണ്ട് പരിചയം. അതിന് ശേഷമാണ് എന്നെ കൂട്ടാനായിട്ട് ഇവിടേക്ക് വന്നത്. Apa kabar? Alhamdulillah, I'm good, man. Apa kabar? Bike. Okay, this is your bike? Yeah, this is my bike. Okay, let's go. രാത്രി കാണാനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഒരു നാട്ടിൽ വരുമ്പോഴേ ഇവിടുത്തുകാരനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകൾ കുറേ കൂടി എളുപ്പമാവും. കഴിഞ്ഞ ദിവസം കോലാലംപൂരിൽ നിന്നും മക്കാസറിലേക്ക് വരുന്ന വഴി ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അൽദി എന്നുള്ള പേരുള്ള ഈ മക്കാസറുകാരനെ ഞാൻ. ഫ്ലൈറ്റിൽ വെച്ച് വാട്സപ്പ് നമ്പർ കൈമാറിയ എനിക്ക് ഇന്ന് വൈകിട്ടാണ് അൽദിയുടെ മെസ്സേജ് വന്നത്. മക്കാസറിൻ്റെ രാത്രി കാഴ്ചകൾ കാണാൻ എൻ്റെ കൂടെ പോരുന്നു എന്ന്. ഞാനൊന്നും നോക്കിയില്ല, യെസ് പറഞ്ഞു. പോകുന്ന വഴിയിൽ ഈ റോഡിൻ്റെ പ്രത്യേകതകൾ എനിക്ക് പറഞ്ഞു തരികയാണ് അൽദി. ഇതാണത്രേ മക്കാസറിൻ്റെ ഏറ്റവും പ്രധാന വീതി. പ്രധാനപ്പെട്ട ഹോട്ടലുകളൊക്കെ ഈ റോഡിന് ഇരുവശത്തും കാണാം. ഇവിടെ ഈ മേലെ കൂടെ കാണുന്നുണ്ടല്ലോ ടോൾ റോഡാണ്. അതായത് ടൗണിൽ ടച്ച് ചെയ്യാതെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ സ്പീഡ് ഹൈവേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സാധനം. പെട്ടറാണി എന്നാണ് ഇവിടെ ഇതിന് പറയുന്നത്. ഏകദേശം പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ കൂടി നല്ല വിശാലമായിട്ടുള്ള 6 വരി പാതയാണ് കേട്ടോ. 1, 2, 3 ഇവിടെ, 3 അവിടെ. ഇവിടെ ഈ പെട്രോൾ പമ്പുകളിൽ നിങ്ങൾ തിരക്ക് കണ്ടോ? അത്യാവശ്യം ആ ഒരു യുദ്ധം കാരണം ഇവിടെ പെട്രോളിന് കുറച്ചധികം പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ അങ്ങനെ നേരെ ഇവിടുത്തെ ഒരു ഫുഡൊക്കെ ഉള്ള ഫുഡ് സ്ട്രീറ്റ് ഏരിയയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇവിടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫുഡുണ്ട്. ആ ഫുഡാണ് കിട്ടുക. ഈ ആളുകളെല്ലാം കൂടിയിരുന്ന് കഴിക്കുന്നതിലല്ല പ്രാധാന്യം, കുടിക്കുന്നതിനാണ് പ്രാധാന്യം. അത് വന്നിട്ട് ഈ ഒരു നാടിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. സറാബ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. 1989 സ്ഥാപിതമായ ഒരു പേര് കേട്ട ഹോട്ടലാണ് കേട്ടോ ഇവിടുത്തെ. ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് ആദ്യം തന്നെ ഇവരുടെ ആ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെ കുടിച്ചു തുടങ്ങാവേ. ഇവിടെ ഉണ്ടല്ലോ, ഇതുണ്ട് നിങ്ങൾ ഇങ്ങനെ മൊരിയുന്നൊരു സാധനം. ഓക്കെ, ബ്രെഡ് ഫ്രൂട്ട് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഈ ഒരു സാധനം അത് പൊരിക്കുന്നതാണ് ഈ ഡ്രിങ്കിൻ്റെ കൂടെ. അതുകൂടാതെ ഇതുണ്ട് നമ്മുടെ പഴം പൊരി, അതുകൂടാതെ കപ്പ, ദെൻ ഇവിടെ വേറെന്തോ ഒരു പൊരിയുണ്ട്. ആ പൊരിയൊക്കെ കൂടെ കഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ശരിക്കും അതിന് ഒഫീഷ്യലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പഴംപൊരി, അതാണ് പിസാങ്കോരൻ, അതാണ് സെലക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല കേട്ടോ, എല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം എന്നോട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. നൈസ്. നമ്മൾ സെലക്ട് ചെയ്ത് എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ സറാബ എത്തിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ 2 ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പ് ഉണ്ട്. ഇത് ഒറിജിനൽ ട്രഡീഷണൽ വണ്ണ്, അതുകൂടാതെ കോക്കനട്ട് ക്രീം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അത് പറഞ്ഞു തന്നു. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ക്രീം, ദെൻ ജിഞ്ചർ, ദെൻ ബ്രൗൺ ഷുഗർ, ദെൻ പെപ്പർ, ഓക്കെ, സിനമോണും ഉണ്ട്. ഇതിൻ്റെ ഫ്ലേവേഴ്സ് 3 ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിൽക്ക് കൂട്ടി ഉണ്ടാക്കും, അതുകൂടാതെ ഇത് ഒറിജിനൽ സാധനമുണ്ട്, അതുകൂടാതെ മുട്ടയുടെ ഇതും കൂടി ഇട്ടിട്ടുള്ളതുണ്ട്. അങ്ങനെ കുറച്ചധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഈ സാധനത്തിലുണ്ട്. ഞാൻ ആദ്യമേ ഒന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ ഈ സാധനം എങ്ങനെയുണ്ടെന്നുള്ളത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഗ്രേറ്റ്. നമുക്ക് ഈ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ കുറേ കൂടി നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റ്. ഏകദേശം ഒരു പായസത്തിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്.
പിന്നെ ഇവരിത് മെയിനായിട്ട് എന്തിനാണ് കഴിക്കുന്നതെന്ന് അറിയാമോ? ബോഡി വാമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫീവർ പോലെയുള്ള കാര്യങ്ങൾ, ത്രോട്ട് പെയിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് കുടിക്കും. ഇത് കുടിക്കുമ്പോഴത്തേക്കും സെറ്റാകും. അതുകൂടാതെ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ, റെയിനി സീസണൊക്കെ ഇല്ലേ, ആ ഒരു സമയം ഇത് കുടിച്ചിട്ട് ബോഡി ഹീറ്റാക്കിയൊക്കെ വെക്കും കേട്ടോ. ഒരു ഹെൽത്തി ഡ്രിങ്ക്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സാധനം കൂടി പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. Yeah, this is the iconic one. ഓക്കെ. We call it bakara. ബാക്കറ എന്നാണ് കേട്ടോ But പറയുന്നത്. in bahasa Indonesia, we call it sukun. സുക്കൂൺ. Yeah. But Okay. in Makassar, we call it bakara. ബാക്കറ. ആ, ഇതിങ്ങനെ മുക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇതിങ്ങനെ പൊരിച്ച് കഴിക്കുന്നത്. ഇവിടേക്ക് ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ പാട്ട് പാടുന്ന ആൾക്കാർ വന്നിട്ട് ഇതിങ്ങനെ പാട്ട് പാടും കേട്ടോ. വേണ്ട, ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഈ ചട്നി കണ്ടല്ലോ പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ചില്ലി അതുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടപ്പിയോക്കയും കൂടി അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കൊഴുപ്പ് വരുന്നത്. നൈസ്. കുടിച്ച് ഓൾമോസ്റ്റ് ഫിനിഷ് ആയപ്പോഴത്തേക്കും എൻ്റെ മൂക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഞാൻ വേർത്ത് കേട്ടോ. ഇതാണ്, പനിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പനിയൊക്കെ അങ്ങോട്ട് വിട്ടുപോകും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമേ. ഇന്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള പല പാട്ടുകാരും അവരുടെയൊക്കെ പരിപാടിക്ക് മുമ്പ് ഇവിടെ വന്ന് ഈ ഒരു ഡ്രിങ്ക്സ് പ്രത്യേകമായി കഴിക്കാറുണ്ടത്രേ. ഈ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള ഇത്തയോട് ഞാൻ സംസാരിച്ചു. അവരെന്നെ ആ ഒരു ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ട് അത്രയേറെ വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ഒരു ഷോപ്പിന് എന്ന് എന്നോട് പറഞ്ഞു. ഇവരും ഹസ്ബൻഡും കൂടി തുടങ്ങിയ കടയായിരുന്നു അത്രേ ഇത്. ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ചൂട് ഇത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിങ്ങനെ വരുന്ന ആളുകൾക്ക് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നിറച്ചൊഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഒരുപാട് ഗ്ലാസ്സുകൾ ഇതാ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്, നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും നിറയ്ക്കും. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള മുട്ടയാണ് കേട്ടോ അതാ ഇവിടെയുള്ളത്. മുട്ടയിട്ട് അതുപോലെ തന്നെ പാലൊഴിച്ച്, അതുകൂടാതെ നോർമൽ വൺ. ഒരു നാട് കാണാൻ ഇറങ്ങുമ്പോൾ ആ നാടിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവം അത് കൊടുക്കുന്ന ഒരു ഷോപ്പും കണ്ടെങ്കിൽ മാത്രമല്ലേ കാഴ്ചകൾ പൂർണ്ണമാകത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ആ ഡ്രിങ്ക്സും കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഓൺ ദ വേയിലുണ്ടല്ലോ, ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല സ്ട്രീറ്റൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സിഗ്നലിൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതുണ്ട്, ഇത് ഇവിടുത്തെ ഒരു ഓൾഡ് മാളാണ്. ആ മാളിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ ഹൈവേ കടന്നു പോകുന്നത്. ഇവിടെ മെട്രോൻ്റെ അടിയിൽ കൂടിയൊക്കെ ഹൈവേ കടന്നു പോകുന്ന പോലെ. അടുത്തതായിട്ട് വന്നെത്തുന്നത് പാസർചിഡു എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അതായത് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. സൗത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഓരോ ടൗണിനും ഇതുപോലുള്ള നൈറ്റ് മാർക്കറ്റുകൾ ഉണ്ടാവും. പലതരത്തിലുള്ള ഈ നാട്ടിലെ ലോക്കൽ വിഭവങ്ങൾ, ട്രഡീഷണൽ വിഭവങ്ങൾ നമുക്കിനി ഇപ്പം അങ്ങോട്ടേക്ക് കാണാവേ. നമ്മൾ വന്ന് കയറുമ്പോണ്ടല്ലോ വരവേൽക്കുന്നത് ദുര്യനാണ്. നിറയെ ദുര്യൻസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഇരിക്കുന്ന ഒരു അമ്മൂമ്മേനെ കണ്ട്, ഈ ഒരു അമ്മൂമ്മയാണ് കേട്ടോ അത് വിൽക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ കോഴിയുടെ കാലൊക്കെയില്ല, അതുകൊണ്ടുള്ള സൂപ്പ് പോലത്തെ വിഭവങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് കേട്ടോ തൊട്ട് ഇപ്പറയുള്ള കടയിലുള്ളത്. അത് ഇൻഡസ്ട്രിയൽ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം പെൺകുട്ടികളാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ വിൽക്കുന്നത്. കോണ്, മറ്റ് സാധനങ്ങൾ. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ കൂടി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതൊരു പണിയാണ്. നമ്മൾ തങ്കരങ്ങിലൊന്നും കണ്ടതുപോലെയല്ല. തങ്കരങ്ങിലൊക്കെ വാക്കിങ് മാത്രമേ പറ്റത്തുള്ളൂ. ഫുഡ് മാത്രമല്ല വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. പങ്സിത്ത് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഡിഷാണ് കേട്ടോ. ഫ്രൈഡ് ആയിട്ടുള്ള. വാട്ട് ഈസ് ദാറ്റ് എക്സാക്ട്ലി? ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സമൂസയുടെ ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മുട്ട, പിന്നെ എന്താ പറയുക, ചിക്കനൊക്കെ വെക്കും കേട്ടോ. അങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. ഇവിടെ പിന്നെ നമ്മളുടെ ചോക്ലേറ്റും അതുപോലെ തന്നെ ഇതാ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ്. ചാമ്പങ്ങ ഉണ്ട് കേട്ടോ, ചാമ്പങ്ങ സാധനങ്ങളൊക്കെ ഉണ്ട്. ജാവ ദ്വീപിലെ തെങ്കരിങ്ങിലൂടെ ഇതുപോലൊരു മാർക്കറ്റിലൂടെ നടന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഞാൻ പാമ്പുകളെ ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് ചെന്ന് കയറിയത്. സബ്ലക്ക് എന്ന് പറയുന്ന ഇവരുടെ ഒരു കണ്ടത് കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഫിഷ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്തേക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ സൂപ്പിൻ്റെ കൂടെയാണ് കേട്ടോ ഇവർ കഴിക്കുക. അപ്പം അതാണ് കാണുന്നത്. പല കളറിൽ, പല ഡിസൈനിൽ, പല വെറൈറ്റിയിലെ ഹോട്ട് ഡോഗും ഉണ്ടല്ലോ. അതുകൂടാതെ ഇതുണ്ട്, ഇത് സ്വീറ്റ് ഐറ്റംസ് ആണ്, മീനിൻ്റെയൊക്കെ രൂപത്തിലുള്ള സ്വീറ്റ് ഐറ്റംസ് ഒക്കെ. പിന്നെ ഇവിടെയുള്ളത് ഇത് ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ. ചിക്കൻ്റെ സ്കിന്നാണ് കേട്ടോ, ഡിഫറെൻറ്റ് കൈൻഡ്. ഇവിടെ സൂപ്പ് ഉണ്ട് കേട്ടോ, ചിക്കൻ ലേക്ക്. ഓക്കെ, ഇത് ഇവിടുത്തെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ചെക്കർ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഓക്കെ, ചെക്കർ മെർച്ചോൺ. ആ, അതാണ് കാണുന്നത്. കുറേ മുളകിൻ്റെ ഇതുണ്ട്. നിങ്ങൾ മുളക് ഇട്ടിട്ടുള്ള ചെക്കർ മെർച്ച്.
പിന്നെ അങ്ങോട്ടേക്ക് ഷെയ്ക്കാണ്, നമ്മളുടെ അവക്കാഡോ ഷെയ്ക്കൊക്കെ ഉണ്ട്, ഇതുണ്ട് കുറേ അധികം. ഇവിടെ പിന്നെ ഓറഞ്ച് ജ്യൂസിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എത്ര സാധനങ്ങളാണ് ഉള്ളതെന്നുള്ളത്. ബിസി ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് നല്ല തിരക്കാണ്, അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ വണ്ടികൾ ഇങ്ങനെ പോകുന്നത് ഒരു പണിയാണ്. അതിൻ്റെ കൂടെ വേറെ സാധനങ്ങൾ പൊരിച്ചിട്ട് ഉണ്ട്. അമ്മൂമ്മമാരും അതുപോലെ തന്നെ പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഇത് നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഇതില്ലേ തട്ടിൻ്റെ അകത്ത് പൊരിച്ചെടുക്കുന്ന ഒരു സാധനം കേട്ടോ. ഈ കാണുന്നത് ഉരുളക്കിഴങ്ങല്ല കേട്ടോ, നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചീനിക്കിഴങ്ങ്. ഇതൊക്കെ സോഡയാണ് കേട്ടോ, സോഡ കൊണ്ടുള്ള ഡ്രിങ്ക്സ്. നമ്മുടെ കുലുക്കി ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഉണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം, അതിൻ്റെ പേര് വന്നിട്ട് നാസി ബക്കാർ. ഓ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഇവരെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതാണ്, അത് ചോറിൻ്റെ ഉള്ളിൽ ചിക്കൻ അല്ലെങ്കിൽ ടൂണ ഫിഷൊക്കെ വെച്ചിട്ട് ഇച്ചിരി മസാലയൊക്കെ ചേർത്തിട്ട് അതിങ്ങനെ വാഴയിലയിൽ ഇട്ടിട്ട് ചുട്ടെടുക്കും. അപ്പോൾ ആ ഒരു സാധനമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നൈസ്. ബനാനയുടെ സം കൈൻഡ് ഓഫ് ബനാന. ഹലോ. അത് ഫ്രൈ ആണ്. ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതാണ് ഇവിടേക്കുള്ള ടൗണിൽ ഇറങ്ങിയാലൊരു ഗുണം എന്ന് പറയുന്നത്. തെലുർ ഗുലുങ് ആണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എഗ്ഗ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം വിഭവം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ സുമാത്രയിൽ പോയ സമയത്ത്. തെലുർ ഗുലുങ്. പിസ്കോക്ക്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? Banana with chocolate inside of it. ഓ, പഴത്തിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് നിറച്ചേക്കുന്ന പിസ്കോക്ക്. നൈസ്. And covered by flavor. ഓക്കെ. അതുകൂടാതെ വാട്ട് ഈസ് ദിസ്? Bakso. ഓ, Bakso. ഇത് നമ്മുടെ ബാക്സ് ആണ് കേട്ടോ, ചിക്കനൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ബാക്സ്. അത് സൂപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്യും. ബാക്സ് നൈസാണ്. ഓക്കെ. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. പല ഫുഡ് എനിക്ക് അറിയാമെങ്കിലും ചിലതൊക്കെ ഞാൻ അങ്ങനെയും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്കൂടി കാണാൻ ഇവിടെയുള്ള ആളുകളുടെ സൗന്ദര്യം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമ്മളുടെ നമ്മളുടെ ചപ്പാത്തി പോലൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്തോ എൻ്റെ റോളാണ്. ഈ മാർക്കറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, അത് അങ്ങ് എൻഡ് വരെ. ശരിക്കും ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം തിരക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. സാറ്റർഡേ ആണ് അത്ര ഏറ്റവും അധികം തിരക്കുള്ള ദിവസം ഇവിടെ. ഫുഡിൻ്റെ ഐറ്റമേ ഇതാ ഇവിടം കൊണ്ട് തീരുകയാണ്. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് മറ്റ് സാധനങ്ങൾ കണ്ടോ, നോർമൽ ഒരു മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ടൈപ്പ് സാധനങ്ങളില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. നമ്മളെ തിരിച്ച് നടക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ കണ്ട പോലത്തെ തന്നെ പലതരം ഡിഷുകളാണ്. ബാക്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ ഷോപ്പിൽ നിന്നും ഭക്ഷണം നമ്മൾ കഴിച്ചില്ലെങ്കിലും ഇവരുണ്ടല്ലോ ഇത് ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ച നോക്കി നിൽക്കാൻ വല്ലാത്തൊരു ചേലാണ് കേട്ടോ. കുറച്ചധികം നേരം കുറേ കടകളുടെ മുമ്പിൽ പോയി ഞാനിതുപോലെ ഓരോ ഭക്ഷണങ്ങൾ അവരുണ്ടാക്കുന്നത് നോക്കി തന്നെ നിന്നേ. ഇവിടെ നമുക്കുണ്ടല്ലോ ഒക്ടോപ്പസിൻ്റെ ഫ്രൈ ഇവരിവിടെ ഉണ്ടാക്കുന്നുണ്ട്. നൈസ്. ഇതും ഈ ഒരു ഭാഗത്ത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിഷാണ്. ഈ ഒരു ഐലൻഡ് തന്നെ കാണാൻ ഒക്ടോപ്പസ് പോലെയാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ നമ്മളുടെ നീരാളി ഫ്രൈ. കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ ഒരു രൂപവും ആളുകളും ഫുഡും ഒക്കെ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ നടുക്കക്കൂടി വണ്ടി വിടുന്നത് ഒട്ടും നല്ലതല്ല. വണ്ടി വിടുമ്പോൾ നമുക്ക് മനസ്സമാധാനമായിട്ട് നടക്കാനും കഴിക്കാനും പറ്റൂല കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇതുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് പാർക്ക് ചെയ്യിക്കുന്നത് കണ്ടില്ലേ. ശരിക്കും ഇവർ വെറുതെ നിൽക്കുന്നില്ല, ഇവർ ഓരോ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു പോകുമ്പോഴും 2000 രൂപ വെച്ചിട്ട് ഇവർക്ക് അതിപ്പോൾ റോഡിൽ എവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കൊടുക്കണം കേട്ടോ. അത് ഇവിടുത്തെ ഒരു എന്താ പറയുക അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ്. നമ്മൾ വരുന്നവരെ നമ്മളുടെ ഹെൽമെറ്റ് നമ്മളുടെ വണ്ടിയല്ല ഇവർ നോക്കും. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇതും ഇവിടുത്തെ ഒരു തൊഴിലാണ് കേട്ടോ. പുള്ളിക്കാരന് 2000 രൂപ നമ്മളുടെ ഫീസ്. 2000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 10 രൂപ അത്രയാണ് കേട്ടോ വരുന്നത്. നമ്മളെ തിരിച്ചുള്ള വരവിൽ ഈ കാണുന്നത് അൽ മർക്കസ് എന്ന് പറയുന്ന ഈ ഒരു മക്കാസറിലെ അല്ലെങ്കിൽ സുലവാസിലെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വലിയ 2ാമത്തെ മസ്ജിദാണ് കേട്ടോ. വലിയൊരു അതിൻ്റെ മിനാരം കണ്ടോ നിങ്ങൾ? അയ്യോ, മിനാരത്തിൻ്റെ അവിടെ ടവർ കുടുങ്ങിപ്പോയല്ലോ. തെർമക്കാസി. ഓക്കെ ഓക്കെ, സീ നെക്സ്റ്റ്. യാ ഷുവർ. എന്നെ തിരിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് ആക്കിയേ. ഇനിയിപ്പം കൂടുതൽ പരിപാടിയൊന്നുമില്ല, നേരെ കിടന്നുറങ്ങുന്നു. ക്ഷീണമുണ്ട്, നാളെ രാവിലെ എണീക്കണം. അതിനുശേഷം നമുക്ക് നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഡ്രസ്സൊക്കെ ഉടങ്ങി സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ്.
ഇങ്ങനെ നമ്മുടെ മക്കാസർ സിറ്റി സൂര്യവെളിച്ചത്തിലേക്ക് വരുന്ന കാഴ്ച പുറത്തേക്ക് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ട്. ആ ഒരു കുളത്തിൻ്റെ സൈഡിലാണ് ആ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഉള്ളത്. പിന്നെ ദൂരെയായിട്ടൊരു മസ്ജിദൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് അവിടെ നമ്മുടെ പോർട്ടില്ലേ, കഴിഞ്ഞ ദിവസം പോയ ആ ഒരു പോർട്ടൊക്കെ ഇവിടെ നിന്ന് അതിൻ്റെ ആ ഒരു ക്രെയിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ നമ്മൾ റെഡിയായി ഇതാ ഇറങ്ങുകയാണ്. ഇനിയിപ്പോഴേ നമ്മൾ ഈ ഒരു ടൗണിൽ നിന്നും പുറത്തേക്ക് പോവുക. റമങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. എൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇൻ്റർനാഷണൽ ലൈസൻസൊക്കെ കൊണ്ടല്ലേ വന്നത്. അപ്പോൾ ആ ലൈസൻസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകണ്ടേ. ഒരു ബൈക്ക് റെൻറ്റിന് കിട്ടുമെന്നുള്ളത് തപ്പി നോക്കണം. അപ്പം ബൈക്ക് എടുത്തിട്ട് പുറത്തേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നമുക്കിനിപ്പോൾ ഒരു 2-3 ദിവസം കൂടി സമയമുണ്ട് കയ്യിൽ ഈ ഒരു ചുറ്റുവട്ടങ്ങളൊക്കെ കറങ്ങാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷിപ്പിൻ്റെ ടിക്കറ്റ് റെഡിയാകത്തുള്ളൂ. ടിക്കറ്റല്ല, ഡേറ്റ് റെഡി ആകത്തുള്ളൂ. അപ്പം റെഡിയല്ല എല്ലാവരും? ബാ നമുക്ക് പോവാം. ഇവിടെ നിന്നുണ്ടല്ലോ അങ്ങ് ദൂരെ ആ ഒരു ഭാഗത്തായിട്ടാണ് കടൽ വരുന്നത്. ഇന്നും നല്ല ക്ലിയറുള്ള, നോക്കി നിങ്ങൾ, നല്ല ഒരു എന്താ പറയുക, നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ടിങ് തകർക്കും. പക്ഷെ അത്യാവശ്യം നല്ലോണം പാടും, കുഴപ്പമില്ല. ഇവിടെ പിന്നെ നാട്ടിലെ പോലെ അത്രയ്ക്ക് വലിയ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഓൾ സെറ്റ് നമ്മുടെ ബാഗെല്ലാം ഫുള്ള് പാക്ക് ചെയ്ത് ഇവിടെ നിൽക്കുമ്പോഴേ വേറൊരു കാഴ്ച കാണാവേ. നിങ്ങൾ മീൻ വെയിൽ കായുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോ? അതുകൊണ്ടെങ്കിൽ അവിടെ ഒരു കറുത്ത പോർഷൻ കാണുന്നില്ലേ? അത് മീൻ വെയിലൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഇതാ ഒരു ഭാഗത്ത് ഇങ്ങനെ കടന്ന് ചുറ്റി കറങ്ങുവാണ്. അത്യാവശ്യം നല്ല മീനുള്ള ഒരു കുളമാണ് കേട്ടോ ഇത്. നൈസ് അല്ലേ? ചൂണ്ടിടാനൊന്നും ആരുമില്ല പോലും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇതാ ഇവിടെയുണ്ട് അതുപോലെ മീൻ വട്ടമിട്ട് കറങ്ങുന്നത്. കൊള്ളാം. എന്തായാലും മീനെ കണി കണ്ടാണ് ഇന്ന് തുടങ്ങിയേക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി നേരെ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി നേരിട്ട് ചോദിക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടി, കുട്ടി വണ്ടി, നൈസല്ലേ കാണാൻ? ഞാൻ വെയിലിന് ചൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ. നമുക്കിനിയിപ്പോൾ ഉണ്ടല്ലോ ടൗണിൽ നിന്ന് പുറത്തേക്ക് വേണം പോകാനേ. അപ്പം ഒരു ഏകദേശം 12 കിലോമീറ്റർ സംതിങ് ആണ് ദൂരമുള്ളത്. ടൗണിൻ്റെ ഇടവഴികളിലൂടെയൊക്കെയാണ് പുറത്തേക്ക് കിടക്കുന്നത്, മെയിൻ റോഡ് വഴിയല്ല കേട്ടോ. ഇവിടെ ടൗണിൻ്റെ പല ഭാഗങ്ങളിലൂടെയും ഇതുപോലെ കടലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള കനാലുകളുണ്ട്. പക്ഷേ ബോട്ട് സർവീസ്, തോണി സർവീസൊന്നുമില്ല. ആളുകളൊക്കെ ഓഫീസിലേക്കും അതുപോലെ തന്നെ സ്കൂളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റോഡ് ബ്ലോക്കുണ്ട്. ഷോർട്ട് വഴി വന്നിട്ടും ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഏരിയ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും പതുക്കെ ഇന്നത്തെ ദിവസത്തെ തിരക്കിലേക്കായി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പം ബൈക്ക് ടാക്സികൾ ഇപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ പുതിയതായിട്ട് ആരംഭിച്ചു. അതിനുശേഷം പിന്നീട് അത് മറ്റ് ആളുകൾക്ക്, അതായത് ഓട്ടോവും മറ്റ് ടാക്സികൾക്കൊക്കെ കുഴപ്പമാകും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അന്നേരം ഇന്ന് ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടല്ലോ, പ്രധാനമായിട്ടും ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഏരിയകളാണ്. ഇപ്പോൾ തായ്ലൻഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇപ്പോൾ കംബോഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ വിയറ്റ്നാമിലാണെങ്കിലും ഇതുപോലെ ഗ്രാബിൻ്റെ ബൈക്ക് ടാക്സികൾ ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം ഇവരുടെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. ഇപ്പോൾ ഒരു 12 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാൾക്ക്, ഞാൻ ബൈക്ക് അല്ലാതെ കാർ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അറൗണ്ട് 2 രൂപയാവേണ്ടിയാണ്. അതായത് നമ്മുടെ ഒരു 1500 രൂപ ആ റേഞ്ച്, 1500 രൂപ. ഇത് ഞാൻ പോകുന്നത് 200 രൂപയ്ക്കാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്നാൽ ആ കാറിന് പോകേണ്ട ആളുകൾ കാറിന് പോകുന്നുണ്ട്. അല്ലാതെ എന്നെപ്പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഇത് പ്രിഫർ ചെയ്യുന്നു. ബൈ, താങ്ക് യു. നമ്മുടെ റെൻ്റൽ കൊടുക്കുന്ന ഷോപ്പാണ് ഇത്, ആ കാണുന്നത് ദൈൻ റെൻ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഹോട്ടലുണ്ട്. നാസി ഗോരങ് കഴിച്ചിട്ട് പോവാം. ആ കട തുറന്നിട്ടില്ല. അപ്പോൾ തൊട്ടിപ്പുറം വേറൊരു കടയുണ്ട്. ഈ കടയിൽ കയറാം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഇതുപോലുള്ള ഫുഡ് കഴിക്കാനുള്ള കടകളുണ്ടാവുക. ഇവിടെ നാസി ഗോരങ് മാത്രമല്ല, ഫിഷ് ഐറ്റംസ് ഉണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള മീൻ ഐറ്റംസ്, അതുകൂടാതെ ചിക്കൻ, അതുപോലെ തന്നെ ബീഫ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചോറ് കൂട്ടത്തിൽ തരും കേട്ടോ. അത് മുളക് കൊണ്ടുണ്ടാക്കിയേക്കുന്ന എന്തോ ഒരു കറിയാണ്. അത് നമ്മളുടെ കപ്പേൻ്റെ ഇലയാണ് കേട്ടോ. ഞാനുണ്ടല്ലോ ഒരു മീൻ വറുത്തതും അതിൻ്റെ കൂടെ ചോറും വാങ്ങി കൈ കഴുകാൻ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. അതുകൊണ്ട് നമുക്ക് വാഷ് ബേസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ചാറെന്ന് പറയുന്നുണ്ടല്ലോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ചാറ് കൂടിയാണ്. നല്ല ടേസ്റ്റിയാണ്. മീനാണെങ്കിലും നമ്മുടെ പോലത്തെ മസാലയല്ല,
ഇവരുടെ വേറെ എന്തൊരു മസാല ഇട്ടിട്ട് നൈസ്. പിന്നെ കപ്പയിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കപ്പയിലെ ടേസ്റ്റ്. ഇതാണ് കേട്ടോ നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു റെൻ്റൽ ഷോപ്പ്. ഫ്രണ്ട്സ്, അങ്ങനെ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കി ഞാനിതാ വണ്ടി എടുത്തു. അതിന് മുമ്പായിട്ട് ഹെൽമെറ്റും റെൻറ്റിനെടുത്തേ. അതുകൊണ്ട് ആ ഒരു ഹെൽമെറ്റിൻ്റെ മേലെ ഞാൻ ക്യാമറ ഈ ഒരു രീതിയിൽ സെറ്റാക്കേണ്ട സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും സെറ്റ്. ഇതാണ് കേട്ടോ നമ്മളുടെ വണ്ടിയെ, എന്താ ഫാസിയോ, അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പേര്. യമഹയുടെ ഒരു മോഡൽ വണ്ടി. അത്യാവശ്യം ബാഗൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഇതിനുണ്ട്. അപ്പം ഇതാണ് ഇനിയിപ്പോൾ അടുത്തൊരു 1-2 ദിവസം നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന വണ്ടിയുടെ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുകൂടാതെ ഇത് ചുറ്റുമുള്ള ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും വണ്ടി റെൻറ്റിനെടുക്കുമ്പോൾ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോറലോ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ കാണുന്നു. അത്രമാത്രം കുറേ ആയില്ല ഞാനിത് എടുത്തിട്ട്, വർഷങ്ങളായി ശരിക്കും ഇങ്ങനെ ഒരു മോട്ടോർ വ്ളോഗിങ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ. നമുക്ക് ആദ്യമേ പോയിട്ട് എണ്ണ അടിക്കണം. അതിന് പെട്രമിന എന്ന് പറയുന്ന ഇവിടുത്തെ പമ്പുകളുണ്ട്. ആ പമ്പിൽ നിന്നാണ് നമുക്ക് വേണ്ട എണ്ണ അടിക്കേണ്ടത്. അപ്പം എണ്ണ അടിക്കാമല്ലോ, പട്ടിക്കാരൻ നിർത്തി തരൂലേ. പിന്നെ വേറെ കാര്യമേ, ഇതിനിവിടെ ലൈസൻസ് ഉണ്ടോയെന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ. ആകെ ഇത്രയും ദിവസത്തെ, അതായത് 1 ലക്ഷം രൂപയാണ് ഒരു ദിവസം വണ്ടിയുടെ വാടക. അതായത് നമ്മളുടെ ഒരു 500 രൂപ ആ റേഞ്ച്. അപ്പം പിന്നെ 50,000 രൂപ എൻ്റെ ഈ ഹെൽമെറ്റിന് 2 ദിവസത്തേക്ക് വാങ്ങിയത്. ഫ്രീ ഹെൽമെറ്റ് ഉണ്ട്, പക്ഷേങ്കിൽ അതിന് ഫ്രണ്ട് കവർ ചെയ്യാത്ത ടൈപ്പ്, ഓപ്പൺ ടൈപ്പ് ഹെൽമെറ്റ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അന്നേരപ്പോൾ ആ 2.5 ലക്ഷം രൂപ എൻ്റെ നിന്ന് വാങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും, എണ്ണ പോലും എന്താ പറയുക, എണ്ണ പോട്ടെ, ലൈസൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, അഡ്വാൻസ് എമൗണ്ടും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇനി പമ്പ് എവിടെയാണോ ഉള്ളത്? ഇവിടെ ഉണ്ടല്ലോ ഷോപ്പുകളിലൊക്കെ അല്ലാതെ കുപ്പിയിൽ പെട്രോൾ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. കൂടാതെ ഈ ഷോപ്പിനോട് ചേർന്ന് ചെറിയ പമ്പ് പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കിട്ടുന്ന പെട്രോളിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഒരു പമ്പിൽ തന്നെ പോയി അടിക്കാം അല്ലേ, തുടക്കമല്ലേ. ഇതുണ്ടോ, ഇവിടെ കണ്ടോ, ഇത് പെട്രോളാണ് എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഒറിജിനൽ പെട്രോൾ ആണോ? പെട്രോൾ ലൈറ്റ് കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. വേണ്ട, നമുക്ക് പമ്പിൽ നിന്ന് തന്നെ അടിക്കാം. ഇതാണ് ഇവിടുത്തെ പമ്പ്, പെട്രമിന. ആളുകൾ ക്യൂ നിന്ന് എണ്ണ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കും ക്യൂ നിന്ന് എണ്ണ അടിക്കുന്നത്. നമുക്ക് ക്യൂ നിന്ന് എണ്ണ അടിക്കാം. ഇവിടങ്ങളിൽ പമ്പിൽ വില കൂടിയതും വില കുറഞ്ഞ പെട്രോൾ, അങ്ങനത്തെ പെട്രോളുകൾ അവൈലബിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്തായാലും വില കുറഞ്ഞ പെട്രോളിനായിരിക്കും ഇത്രയും ക്യൂ ഉള്ളത്. ഇവിടെ ഉണ്ടല്ലോ പെട്രോളിന് 10,000 രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 53 രൂപ, 50 ആ റേഞ്ച്. വെറുതെ എല്ലാ ഇവിടങ്ങളിലൊക്കെ ഇത്ര എന്താ പറയുക, ഇത്രയും നിരക്ക് വരുന്നത്. ബാക്കി ഓപ്പൺ സൈഡിലൊക്കെ ആണെങ്കിൽ 15 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. 13 രൂപ, 15 രൂപ, അതായത് 15,000, 13,000 ആ റേഞ്ച്. അപ്പം അങ്ങനെയാ, എല്ലാവരും റെഡിയല്ലേ? നമ്മൾ ഇതാ ഇനിയിപ്പോൾ ഫുൾ ടാങ്ക് എണ്ണ കൂടി അടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, നേരെ വിട്ടു പിടിക്കാം. എത്ര 4-5 ലിറ്റർ എണ്ണ കണ്ടാണെന്ന് തോന്നുന്നു, 4-5 ലിറ്റർ എണ്ണയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഫുൾ ടാങ്കിൽ കൊള്ളുവേ. അതുപോലെ വണ്ടി കൊള്ളാം, കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു വണ്ടി, ഒതുങ്ങിയ വണ്ടി. നമുക്ക് പതുക്കെ പതുക്കെ ചോദിച്ച് ഈ ടൗണിൽ നിന്ന് ആദ്യം പുറത്തോട്ട് കിടക്കാം കേട്ടോ. ടൗണിൽ നിന്ന് വിടുത്ത് വരെ ഉണ്ടല്ലോ വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ഡ്രൈവിംഗ് സംസ്കാരം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വലിയ കാര്യമായിട്ട് പിടിയില്ലല്ലോ. എൻ്റെ നിറമാണെങ്കിലുണ്ടല്ലോ, എന്ത് പറയുന്നത്, എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് എന്തോ ഇതിനകത്തൊന്നും തിരിയുന്നില്ല. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് മെയിൻ ഹൈവേയിലോട്ട് കയറണം, വലത്തോട്ട് പോകണം കേട്ടോ. ഇനിയെ നേരെ മറ്റേ എയർപോർട്ടിൻ്റെ അതുവഴി പുറത്തേക്കാണ്. മെയിൻ ഹൈവേ ആണെങ്കിലും വലിയ തിരക്കിന് കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ പിന്നെ ബൈക്ക് ഓടാൻ പാടില്ലാത്ത റൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കി വേണം ഓടാൻ. ഞാൻ ഏതെങ്കിലും വണ്ടിക്കാർ കയറുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ആണ് കേട്ടോ അതിൻ്റെ പുറകെ പോകുന്നത്. ഈ ടൗണ് കഴിയുന്നേ ഇല്ല, ഇത് എന്നാ വലിയ ടൗൺ ആണോ ദൈവമേ. അവിടെ നിന്ന് ഞാനിതാ ഈ ഒരു ഹൈവേയിലേക്ക് വന്ന് കയറിപ്പോണ്ടല്ലോ, ഇവിടെ നല്ലൊരു അടിപൊളി കുഞ്ഞു പുഴ ഒഴുകുന്നുണ്ട്. നൈസ്. ഇവിടുത്തെ കാഴ്ച അതല്ല, പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നോക്കി നിങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകൾ പോലെ അങ്ങ് ദൂരെയായിട്ട് മലനിരകൾ നമുക്ക് കാണാം. അതിലേക്ക് ചെന്ന് ചേരുന്ന രീതിയിലുള്ള ഒരു ഹൈവേ. വെറും ഹൈവേ അല്ല കേട്ടോ, നല്ല പച്ചപ്പാർന്ന കൃഷിയിടങ്ങൾ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഇതെല്ലാം ഉഴുതു മറിച്ചിട്ടേക്കുന്ന കണ്ടമാണ് കേട്ടോ, നെൽപ്പാടങ്ങളാണ്. അപ്പം അതിൻ്റെ നടുക്കേ കൂടിയുള്ളൊരു റോഡാണ്. ഒരു ഉൾവഴിയിലോട്ടൊക്കെ കയറാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ കയറി
നമ്മുടെ ഈ റോഡിന്റെ സൈഡിലുണ്ടല്ലോ തണൽമരമായിട്ട് നട്ടേക്കുന്ന അധികവും പുളിമരങ്ങളാണ് കേട്ടോ. വാളം പുളിയെ. ഞാൻ രാവിലെ എണീറ്റിട്ട് ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായിരുന്നു എന്തോ ഒരു പണി പുറകെ വരുമെന്ന്. എനിക്ക് ആകാശം മൂടിക്കെട്ടി ഒരു മഴയ്ക്കുള്ള കോൾ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ട് നമ്മൾ മറ്റൊരു ചെറിയ വഴിയിലേക്ക് കയറിയ ഇവിടെയും ഇടത് സൈഡിലൊരു കനാലൊക്കെ ഉണ്ട്. ആ ഒരു ടൗണിന്റെ തിരക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഉള്ളിൽ തരുന്ന സന്തോഷം എന്തെന്നില്ലാത്തതാണ്. ഇവിടെ ഈ കനാലുകൾക്കൊക്കെ സൈഡിലുള്ള വീടുകളുണ്ട്. ആ വീടുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ മരത്തിൻ്റെ പാലമുണ്ട്. കയറാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് ഒന്ന് നടക്കുകയാണ്. എന്തിനാന്ന് വെച്ചാലേ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു പാടമില്ലേ, പാടം ഇവിടെ വിളവെടുപ്പിനൊക്കെ ആയിട്ടുള്ള രീതിയിൽ നെല്ലൊക്കെ ആയിട്ടുള്ള പാടമാണ്. ഇതാ ഒരു പാടം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ പോകാൻ പോകുന്ന മലനിരകൾ, ആ ഒരു മലനിരകളിലേക്കാണ് നമ്മൾ ശരിക്കും യാത്ര പോകുന്നത്. അതും കാണാൻ പറ്റുന്നുണ്ട്. ആ മലയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മളുടെ പശ്ചിമഘട്ടം പോലെയുള്ള ഒരു മലനിരയൊന്നും അല്ല കേട്ടോ ഇത്. ഇതിനോട് ചേർന്ന് നല്ല സുന്ദരമായിട്ട് മാവൊക്കെ ഉള്ളൊരു കുഞ്ഞു വീട്, ചെത്തിക്കൊണ്ട് അതിരൊക്കെ ഇട്ടിട്ടുണ്ട്. നൈസ്. നമ്മളുടെ ആ വണ്ടിയെ എനിക്കിഷ്ടപ്പെട്ടു. ആ വണ്ടിയുടെ കളറും നല്ല അടിപൊളി കളറല്ലേ, നോക്കി ഞങ്ങൾ. നൈസ്. 2 ദിവസം ആ ഒരു എന്താ പറയുക ടൗണിൽ നിന്നിട്ട് വല്ലാത്തൊരു വിമ്മിഷ്ടമായിരുന്നേ. ടൗണിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഹായ് നല്ല ശുദ്ധവായു, ശുദ്ധം മൊത്തത്തിൽ ശുദ്ധം. അത്യാവശ്യം തണുപ്പുണ്ട് ഇങ്ങോട്ടേക്ക് കേട്ടോ. നമ്മളോട് വീണ്ടും ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞു. യെസ്, അങ്ങനെ ഇടത്തേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു ഉൾഭാഗം, ശരിക്കും ഒരു വില്ലേജ് ഭാഗങ്ങളിലോട്ടൊക്കെ കയറുവാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് വഴി ഇങ്ങനെ പോവാം. ഇവിടെ ഈ കനാല് മുകളിൽ ഏതോ ഡാം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. മഴ പെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലങ്ങളിൽ. എങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചേ, നല്ല രീതിക്ക് കലങ്ങിയിട്ടില്ലേ. സോ മഴ മേലെ മലകളിൽ പെയ്തിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങൾ, ഇവിടെ ഉണ്ടല്ലോ ഒരു 10-20 നിലക്കെട്ടിടം അത്രയൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഹൈറ്റിലാണ് ഇവിടുത്തെ മലനിരകൾ ഇങ്ങനെ ഇതാ നമ്മുടെ റോഡിന് വിലങ്ങായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് കാണാവേ. ഇതാ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെ ഗ്രാമങ്ങളുടെയൊക്കെ ഒരു പോർഷൻസ് ഉള്ളത്. അപ്പുറം ഇപ്പുറമൊക്കെ അത്യാവശ്യം കുറച്ച് നല്ല വീടുകളൊക്കെയാണ്. നടക്ക കൂടി ചെറിയൊരു വഴി. പിന്നെ ഉണ്ടല്ലോ ചില വീടുകൾ ഇതുണ്ട്, ആ ഒരു വീടെല്ലാം തൂണിൻ്റെ മേലെയാണ് കേട്ടോ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ വെള്ളം കയറാറുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആ ഒരു മലനിരയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പാടമാണ്. പാടത്തിൻ്റെ തീരത്തൊക്കെ ഇത് കേട്ടോ വീടുകളുണ്ട്. എല്ലാം മെതിച്ചിട്ടേക്കാണ്, ഉഴുന്നിട്ടേക്കാണ്. അധികവും പാടവും അതിന് തീരത്തുള്ള വീടുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ചെറിയതുണ്ട്, ബാമ്പു കൊണ്ടൊക്കെ ഉണ്ടാക്കിയ അതിരുകളൊക്കെ കാണാം. എന്തത് മാതള നാരങ്ങയൊക്കെ തൂങ്ങിക്കിടക്കുന്ന നേരെ നമ്മൾ ആ ഒരു മലയുടെ അടിവാരത്തേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു മലയുടെ സ്വഭാവത്തിൽ നമ്മൾ നാട്ടിൽ കണ്ട പോലത്തുള്ളൊരു മലയല്ലല്ലോ ഈ മല എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങുക. വളവൊന്ന് തിരിയട്ടെ, അപ്പോഴേ കൂടുതൽ തോന്നാൻ പറ്റുള്ളൂ. ഇല്ല കേട്ടോ, കുറച്ചും കൂടി പോകാനുണ്ട്. ഇത് കണ്ടോ, ശ്രദ്ധിച്ച് നിങ്ങൾ. ഇങ്ങനെ റോഡ്, അത് കഴിഞ്ഞിട്ട് മലയുടെ ഒത്ത നടുഭാഗത്തായിട്ട് കണ്ടോ ആ ഒരു ഭാഗങ്ങളൊക്കെ പ്ലെയിനാണ് കേട്ടോ, നെൽകൃഷി. അത് കഴിഞ്ഞിട്ട് നേരെ കുത്തനെ വീണ്ടും മല തുടങ്ങുകയാണേ. ഈ ഒരു മലയുണ്ടല്ലോ അത്ര വലിയ ഉറപ്പുള്ള മലകളൊന്നുമല്ല. ഇതുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറുതല്ല, അത്യാവശ്യം നല്ല വലുതാണ്. വലിയ ഗുഹകളൊക്കെ നമുക്ക് ഈ ഒരു മലയുടെ പല പാർശ്വഭാഗങ്ങളിലും കാണാൻ പറ്റും കേട്ടോ. അതാണ് ഈ ഒരു മലയുടെ പ്രത്യേകത. ചുണ്ണാമ്പ് കല്ലൊക്കെ ഇല്ല, അതുപോലത്തുള്ള കല്ലൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചേക്കുന്നത്. മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഒരു സ്പെഷ്യൽ കാഴ്ച ഇവിടെ ഉണ്ട്. അത് തപ്പിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഹായ്, നല്ല നീണ്ട കപ്പളങ്ങ, പപ്പായ, അതല്ല കേട്ടോ കാഴ്ചയെ. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീടും ഉണ്ട് ഇങ്ങനെ തോടിന് മേലെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് സ്ഥലമൊക്കെ മാറി മല റൈറ്റ് സൈഡിലൊക്കെ വന്നു. ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നേ. നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോവാം. അപ്പം കിട്ടാൻ വഴിയുണ്ട്. ലിയോങ് ബുറുങ് 1, ലിയോങ് ബെംബെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പല ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ലിയോങ് ബെംബെ ചേട്ടാ എന്നാലത് ഞാനേ ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കി. ഞാൻ അന്വേഷിച്ച് വന്ന സാധനം ഇതുപോലത്തെ ഒന്നായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ കാടൊക്കെ കയറി കിടക്കുകയാണ്. ലിയാങ് ബുറുങ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിയാങ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് കേട്ടോ അർത്ഥമേ. ഇതുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊക്കെ മോശമായി കിടക്കുകയാണ്. കുറേയധികം വർഷങ്ങൾക്ക്, അതായത് നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ പറ്റില്ല, 10,000 കണക്കിന് അങ്ങനെ അത്രയും വർഷങ്ങൾക്കൊക്കെ മുമ്പ് മനുഷ്യന്മാർ ഈ ഒരു ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഗുഹകളിൽ താമസിച്ചിരുന്നു കേട്ടോ. ഈ ഒരു ഗുഹേൻ്റെ ഭാഗം കണ്ടോ നിങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത്.
നല്ല പ്രകൃതിയുടെ തന്നെ ഡിസൈനൊക്കെ വന്നിട്ട് ഇത് ആ കാണുന്നതൊക്കെ മലയാണ്. മല ഉള്ളിലോട്ട് തുരന്നകത്തോട്ട് കയറിയേക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഭാഗമുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഒരു മരമാണ് കേട്ടത്. ഒരു മരം ഒരു ഗുഹയുടെ സൈഡിൽ കൂടി കയറിയേക്കുന്നതാണ് കാണുന്നത്. പക്ഷെ മൊത്തം കാട് കയറിയിട്ടുള്ളൂ, അങ്ങോട്ട് പോകാൻ വഴിയില്ല. ശരിക്കും ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്, നല്ല രീതിക്ക് സംരക്ഷിക്കപ്പെടേണ്ട ഒരിടമാണ്. പക്ഷേ എങ്കിൽ നോക്കിയാൽ മൊത്തം കാടൊക്കെ പിടിച്ചാണ് കിടക്കുന്നത്. ഇവിടെ ചെറിയൊരു തുരുമ്പ് പിടിച്ച ഒരു മതിലിൻ്റെ അവശിഷ്ടം അവിടെ എവിടെയോ കാണാനുണ്ട്, അവിടെ കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ളത്. പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനുഷ്യരുടെ പൂർവികന്മാരായിട്ടുള്ള മനുഷ്യരില്ലേ, അവരിവിടെ താമസിച്ചിരുന്ന സമയത്ത് ലോകത്തിലെ, അതായത് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രം അത് കണ്ടുപിടിച്ചത് ഈ ഒരു ഭാഗത്തുള്ള ഇവിടെയുള്ള ഒരു ഗുഹയിലാണ്. അങ്ങനെ ഒരു ഗുഹ ഇവിടെയുണ്ട് എന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ആ ഗുഹ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഗുഹയല്ല ആ ഗുഹ എന്ന് തോന്നുന്നു. ജനവാസ മേഖലയിലേക്കാണ് കേട്ടോ ഞാൻ വന്നെത്തിയിട്ടുള്ളത്. അല്ലത് കല്യാണമാണോ വരുന്നത്? ആണോ? അല്ലോ എന്തോ ഫംഗ്ഷനാണെന്ന് വന്നല്ലോ. ലിയാങ് തിമ്പുസങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് കാണുന്നുണ്ട്. അങ്ങോട്ട് അങ്ങനെ പോകുന്നുള്ളത് പുള്ളിക്കാരൻ്റെ ചോദിച്ചു നോക്കാം. ഇതിനോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പാട്. ഞാനേ നമ്മുടെ വണ്ടി ഇവിടെ കയറ്റി വെച്ചു. ഹലോ, ഹായ്. ഇപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ എന്നോട് ഇതുവഴി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും എന്നാണ് പറഞ്ഞത്. നമ്മൾ ആംഗ്യ ഭാഷയിലാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. എൻ്റെ ഹെൽമെറ്റും ബാഗൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് വരണം. ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വെക്കുന്നത്. അവിടെ വേറൊരു പുള്ളിക്കാരനും കൂടിയുണ്ട് കേട്ടോ. അവർക്ക് ആർക്കും ഭാഷ അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഏകദേശം ഉണ്ടല്ലോ 65,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആസ്ട്രേലിയൻ ഭാഗത്തേക്കൊക്കെ മനുഷ്യന്മാരെത്തിപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മനുഷ്യന്മാരുടെ പ്രയാണമുണ്ടായത് ഇതുവഴിയൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു 45,500 വർഷത്തോളം പഴക്കമുള്ള ഒരു ചുവർ ചിത്രം ഈ ഒരു ഭാഗത്തെ ഗുഹയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗുഹ ഏതാണ് എന്നുള്ളത് തപ്പി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇതൊരു എക്സ്പെഡിഷനാണ്. വേറെ ആരെങ്കിലും കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് കണ്ടുപിടിക്കാനായിട്ട് പോവുക. തിരിച്ചു വരുമ്പോൾ എൻ്റെ വണ്ടി ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന കൂടിയുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഇൻ്റർനാഷണൽ ബൈക്ക് റൈഡാണ് കേട്ടോ. പണ്ട് പ്രഭാകരനെ എടുത്തിട്ട് ഇറങ്ങുന്ന സമയം പോലെ ആഗ്രഹിച്ച കാര്യമാണ് വേറെ രാജ്യത്ത് ഇങ്ങനെ ഗ്രാമങ്ങളിലോട്ടൊക്കെ ബൈക്കിൽ റൈഡ് ചെയ്യണം. പ്രഭാകരനിൽ തന്നെ വരണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ അത് നടന്നില്ല. എന്നാൽ ഇവിടെ വന്ന് വേറെ വണ്ടി എടുത്താലും നമുക്കങ്ങനെ വരാൻ പറ്റിയല്ലോ. അത് ശരിക്കും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ ഇൻറ്റീരിയറിലൊക്കെ തപ്പി ഇറങ്ങി വരാൻ പറ്റും നമുക്ക്. എന്തായാലും ഇപ്പോൾ അധികം മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പോയി ആ ഒരു ചിത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാമല്ലോ. പുറകെ നിങ്ങളും പറഞ്ഞു കേട്ടോ. അയ്യാ, ഞാൻ വന്ന് തിരിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും വന്ന് തിരിച്ചെടുക്കാനാ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.